എല്ലാം ഇങ്ങനെ എടുത്ത് കഴിച്ച് തീർക്കല്ലേടാ മോനെ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, അവനെല്ലാം എടുത്ത് തീർക്കും. എന്റെ അനിയത്തിയല്ലേ പുറത്ത് അതൊക്കെ ചെയ്യുന്നത്. ഡാഡി വരുമ്പോ മുട്ടായും കൊണ്ടുവരുമല്ലോ, ഞാൻ മമ്മിക്ക് ഒന്നും തരൂല. ജെയ്സൺ കൊഞ്ചിച്ച ചെക്കനെ വഷളാക്കുന്നത്. ജെറി, ദാ ജോയ്, ഇത് പിടിക്ക്. നിനക്ക് തന്നില്ലാന്ന് പറഞ്ഞ് മമ്മി ഇനിയും ചീത്ത പറയും. ഇതെങ്ങനെയുണ്ട്? അയ്യടാ, മമ്മി സെറ്റ് ചെയ്ത് തരുന്നത് ഞാൻ കണ്ടതാ. ജെറി, ജോയ്, എന്തായി മക്കളെ? ഉണ്ണിയേശുവിനെ എപ്പോഴാ വെക്കണ്ട മമ്മി? ക്രിസ്മസിന്റെ അന്ന് കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ ഉണ്ണിയേശുവിനെ പുൽക്കൂടിൽ കിടത്തുന്നത്. അതിനി ഒരാഴ്ച കൂടി ബാക്കിയില്ലേ. പണ്ടൊക്കെ ഞാനും ചേട്ടച്ചാരും പുല്ല് ചെത്തിക്കൊണ്ടുവന്നായിരുന്നു പുൽക്കൂടുണ്ടാക്കുന്നത്. എന്തൊരാഘോഷമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സാധനങ്ങളൊക്കെ ആ പെട്ടിയിലുണ്ട്. മോൻ പോയി അതിങ്ങ് എടുത്തോണ്ട് പോവാ. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? മോളെ മമ്മി ഇപ്പൊ വരാട്ടോ. ഓ, അമ്മച്ചിയായിരുന്നോ? ആ അമ്മച്ചി, അവിടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഓ, ഇവിടെ എന്നാ ഒരുക്കാടി? ഞങ്ങള് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. പിള്ളേരെന്തേടി? പിള്ളേരിവിടെ പുൽക്കൂട് ഒരുക്കുന്നു. ഞാനിപ്പോ അവരോട് പറയായിരുന്നു പണ്ട് ഞങ്ങൾ പുൽക്കൂടുണ്ടാക്കിയ കാര്യം. ഡേ ജെറി, അവിടെയല്ല ഇപ്പുറത്ത് വെക്ക്. പിന്നെ എന്താ അമ്മച്ചി വിശേഷം? നീ ഇന്ന് പള്ളി പോയില്ലേടി? ഇല്ല അമ്മച്ചി, 2 ദിവസമായി പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട്. മിനിഞ്ഞാന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. ഇന്നലെ വീട് മൊത്തം വൃത്തിയാക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. ചേട്ടായി വരികയല്ലയോ, എന്നിട്ട് വേണം പോകാൻ. എന്തൊക്കെയായാലും നോമ്പുകാലമല്ലേ, പള്ളി പോക്ക് മുടക്കരുത്. ഓ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് പള്ളിയും പട്ടക്കാരും. ആ അമ്മച്ചി, ഞാൻ ഇപ്പൊ വിളിക്കാം. ദേ ചേട്ടായി വിളിക്കുന്നു. ശരി കൊച്ചേ. ആ ജെയ്സ, എന്താ കാര്യങ്ങള്? ഓ, ഇക്കൊല്ലം വരാൻ ഒക്കത്തില്ലടി. അയ്യോ, അതെന്താ? ആ മാനേജർ ലീവ് തരുന്നില്ല. കഷ്ടായല്ലോ. ഞാൻ വന്ന ഇവര് പെട്ടുപോകുന്നാ പറയുന്നത്. അതെന്താ അങ്ങനെ? അത്രയ്ക്ക് തിരക്കാണോ? ആ, ഒടുക്കത്തെ വർക്ക് ലോഡാണ്. ഇക്കൊല്ലം വരാൻ ഒക്കത്തില്ലടി. അതെന്നാ പരിപാടിയാന്ന്? നിങ്ങൾ വാക്ക് പറഞ്ഞാലേ ഇക്കൊല്ലത്തെ ക്രിസ്മസിന് വരാമെന്ന്. നടക്കത്തില്ലടി, നമ്മുടെ കയ്യിലൊന്നുമല്ലല്ലോ കാര്യങ്ങള്. ഓ, എന്നാ ചെയ്യാനാ? എന്നോട് മിണ്ടണ്ട നിങ്ങള്, വെറുതെ ആശിപ്പിച്ചിട്ട്. മക്കളെവിടെയടി? ജെറി, ജോയിയും കുട്ടി വേഗം പോയി ഉറങ്ങാൻ നോക്ക്. വേഗം. എന്നോടുള്ള ദേഷ്യം എന്റെ പിള്ളേരോട് തീർക്കല്ലേ. പിണങ്ങാതെ എന്റെ ജെസ്സി കൊച്ചേ. ഒരുപാട് ലേറ്റായി കേട്ടോ, പോകണ്ടേ? എന്നാലേ എന്റെ ജെസ്സി കൊച്ചങ്ങ് വെച്ചോ, എനിക്ക് പോരാൻ നേരമായി. പോരാനല്ല, പോകാൻ. ഈ ആഴ്ചയെ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ പിന്നെ വിളിക്കാം. ഡാ, ഞാൻ പോകുന്ന കാര്യം അവൾക്കൊരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക. ഒരുപാട് കൊല്ലമായടാ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചിട്ട്. അതിനിടയിൽ നീ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ഞാനെന്തു പറഞ്ഞു? ഇല്ലേ, കാണായിരുന്നു ഞാൻ പറഞ്ഞില്ലെങ്കിൽ. ഡാ, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. നീ പോകാൻ നോക്ക്. എടാ, അവരാരും വരുന്നില്ലേ? എടാ, അവര് രാവിലെ നല്ല ഫിറ്റാ. അപ്പൊ നീയാ? ഞാനൊരു ചെറുതി അടിച്ചിട്ടുള്ളൂ, അത് കുഴപ്പമില്ല. വണ്ടി നമ്മളതിൽ സുരക്ഷിതല്ലോ. വാ വാ പോവാം. വെള്ളം അടിച്ചു കഴിഞ്ഞാ വിജയനി പാട്ടില്ലാതെ പറ്റത്തില്ല. Radio 104.2 FM celebrates. ജെറി, എത്ര നേരമായിട്ട് പറയുന്നു പോയി കിടന്നുറങ്ങ.
പുലരി മഞ്ഞു തൂകണവനി നിറനിലാവ് പൊഴിയണ വഴികളിൽ ചിറകു വീശിതുവഴി അലയുമീ ശലഭമായി നാം അനുദിനമൊരു പോൽ പാറിടാം ഇരുചിറകുമായി ചേർന്നിടാം ഒരു മനമായി നീതിടാം പുതിയ കിനാവുകൾ മാറി നാം അലകടലായി അതിരുകളില്ലാ വാനം നീളെ പാറും പറവകളായി നാം ഉയരുകളൊന്നായി ഉലകിതിലെന്നും കാണാ തീരം തേടാം പുലരി മഞ്ഞു തൂകണവനി നിറനിലാവ് പൊഴിയണ വഴികളിൽ ചിറകു വീശിതുവഴി അലയുമീ ശലഭമായി നാം അനുദിനമൊരു പോൽ പാറിടാം ഇരുചിറകുമായി ചേർന്നിടാം ഒരു മനമായി നീതിടാം പുതിയ കിനാവുകൾ മാറി നാം അലകടലായി ദിവസം മുമ്പ് തുടങ്ങിയതാ. ഹാപ്പി ക്രിസ്മസ്. എന്റെ ഈശോയെ, ജെയ്സൺ നീയോ? അയ്യോ. എന്റെ ജെസിമോൾക്കൊരു ക്രിസ്മസ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. എടാ നീ പോവല്ലേ? അപ്പോ എല്ലാവർക്കും മെറി ക്രിസ്മസ്. നാളെ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനും എന്റെ ഭാര്യ മക്കളുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കട്ടെ. മെറി ക്രിസ്മസ്. മക്കളെന്തിയെ ജെസ്സി? അവരുറങ്ങുവാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യൂണിഫോമിലുള്ള പോലീസുകാരനെ തൊടാൻ എനിക്ക് ധൈര്യം എങ്കിലും അതൊന്ന് കാണണ്ടല്ലടാ. അച്ഛൻ എന്താ ഈ വഴിക്ക്? ആ വക്കച്ചന്റെ വീട്ടില് ഒരു വെഞ്ചരിപ്പുണ്ടായിരുന്നു. ആ വഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറി. നിന്നെ 2-3 ആഴ്ചയായാലോ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട്. എന്ത് പറ്റിയടി? അത് പിന്നെ അച്ചോ, ക്രിസ്മസ് ഒരുക്കങ്ങളുടെയൊക്കെ തിരക്കിലായിപ്പോയി. ഇന്നലെ വരെ ഞാനും പിള്ളേരും തന്നെയുള്ളായിരുന്നു. ഇന്നിപ്പോ ജെയ്സനും എത്തിയിട്ടുണ്ട്. ആന്നേ, എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പുള്ളിക്കാരൻ ക്രിസ്മസ് പപ്പയുടെ വേഷത്തിലാ വന്നേ. ഇപ്പൊ അകത്തോട്ട് കയറി പോയതേ ഉള്ളൂ. ഞാൻ ജെയ്സനെ വിളിക്കാം. അച്ഛയാ, പത്രസേട്ടാ ഇരുന്നാട്ടെ. ഓ ശരി. ആ ആൻ്റപ്പൻ
അച്ഛനോട് വിളിച്ചു പറഞ്ഞ കാര്യം ശരി തന്നെ അല്ലേ അച്ഛോ? നമ്മുടെ ആൻ്റപ്പനല്ലയോ, പിന്നെ എന്തിനാ ഇത്ര വലിയ സംശയം? നമ്മൾ ഈ കാര്യം എങ്ങനെ പറയും പത്രോസേ? ആ, എന്തായാലും നീ നിന്റെ വായം തുറക്കാതിരുന്നാ മതി. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അച്ഛ ഒരു മിനിറ്റ്, ജെയ്സൺ ഇപ്പൊ ഇങ്ങോട്ട് പോയതേ ഉള്ളൂ. മോളെ, നീ ഇങ്ങോട്ട് വന്നേ. അച്ഛനൊരു കാര്യം പറയട്ടെ. എന്താ അച്ഛോ? കർത്താവ് ഓരോ തീരുമാനമെടുക്കും. അത് എന്താ അച്ചായ? എന്തൊക്കെയുണ്ടടി? അതെന്നാ ചോദ്യ? രാവിലെയല്ലേ വിളിച്ചത്? എന്നാ പറ്റി? ഒന്നുമില്ലടി. ദേ അച്ഛനും കപ്പ്യാരും വന്നിട്ടുണ്ട്. അച്ഛനോട് സംസാരിക്കേ. ഇവര് കുറച്ചു നേരമായി വന്നിട്ട്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അച്ഛാ, ആൻ്റപ്പച്ചായന. ആ, എടാ ആൻ്റപ്പ, നീ ഒന്ന് ഹോൾഡ് ചെയ്തേ, ഞാൻ പുറത്തോട്ട് തരാം. അച്ഛോ, എന്താ ഈ കാര്യങ്ങൾ? ഞങ്ങളിപ്പോ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഞാനും കപ്പ്യാരും കൂടി നീ പറഞ്ഞപ്പോ തന്നെ പുറപ്പെട്ടു. എന്താ ആൻ്റപ്പ ശരിക്കും അവിടെ നടന്നത്? അച്ഛോ, അവര് എയർപോർട്ടിൽ പോണ വഴിക്ക് സിഗ്നലിൽ വെച്ചിട്ട് ട്രക്കുമായി കൂട്ടിയിടിച്ചത്. കർത്താവേ, അച്ഛനറിയില്ലേ മേലെ പറമ്പത്തെ രമേശനെ? അവനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അവൻ 2 വിട്ടിട്ടുണ്ടായിരുന്നെന്നാ കേട്ടെ. വല്ലാത്ത ഇടിയായി പോയി. കാറ് വെട്ടിപ്പൊളിച്ചാച്ചോ 2 പേരും പുറത്തെടുത്തത്. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെന്നാ കേട്ടു. നീ ഇപ്പൊ എവിടെയാണ് ആൻ്റപ്പ? ബോഡി മോർച്ചറിയിലേക്ക് എടുത്തെന്നാ കേട്ടു. ഞാൻ അതിനോടൊപ്പം പൊക്കോണ്ടിരിക്കുക. പിന്നെ അച്ഛ, അവളോട് ഇന്ന് പറയണ്ട. 2 ദിവസം എടുക്കും ഇതെല്ലാം കൊണ്ടുവരാൻ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. നീ നാളെയോ മറ്റന്നാളോ കാര്യം പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തിയാ മതി. എന്താ ജെസി? എന്നാടാ പത്രോസേ, നീ വല്ലതും പറഞ്ഞോ അവളോട്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല അച്ഛോ. അച്ഛൻ പറഞ്ഞതല്ലേ ഒന്ന് സൂചിപ്പിക്കണമെന്ന്. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. എന്താ പത്രോസേട്ടൻ എന്തായി പറയുന്നത്? നേരത്തെ ക്രിസ്മസ് പപ്പയായിട്ട് വന്നത് ആരാ? അച്ഛോ, മോളെ കരയാ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും. അച്ഛോ, മോളെ ജെസി, എഴുന്നേക്ക് എഴുന്നേക്ക് മോളെ. കരയാതെ കരയാതെ നീ എഴുന്നേക്ക്. ജെസി